കോഴിക്കോട് വളയം വാണിമേലിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. ഇന്നലെ 16 പേർക്ക് ഇവിടെ പരിക്കേറ്റിരുന്നു. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ഷഹദ്, തുടർച്ചയായ 2ാം ദിവസവും തെരുവുനായ ആക്രമണത്തിൽ ജനങ്ങൾക്ക് പരിക്കേൽക്കുകയാണ്. എന്താണ് ഒരു പ്രതിവിധി കാണാൻ കഴിയാത്തത് ഷഹദ്? വിജയകുമാർ, വളയം വാണിമേലിലാണ് ഇത്തരത്തിൽ തുടർച്ചയായിട്ട് ആളുകളെ തെരുവുനായ ആക്രമിക്കുന്നത്. ഇന്നലെ രാവിലെ 3 പേരെയായിരുന്നു ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഉച്ചയാകുമ്പോൾ അത് 6 ആയി, പിന്നീട് അത് 7 ആയി. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയോടുകൂടി ഏകദേശം 16 പേരെയാണ് കഴിഞ്ഞ ദിവസം ഈ തെരുവുനായ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരൊക്കെ തന്നെ വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഇന്നലെ മുതൽ ഈ തെരുവുനായയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമായി നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ നായയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ 3 പേരെ വീണ്ടും തെരുവുനായ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പലരും ഈ ജോലിക്ക് പോകുമ്പോഴും തിരിച്ചു വരുന്ന ഘട്ടത്തിലും അങ്ങാടിയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ഘട്ടത്തിലും ഒക്കെയാണ് ഇത്തരത്തിൽ നായ ആക്രമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അല്പസമയം മുൻപ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ നായയെ കണ്ടെത്തുകയും നായയെ പിടികൂടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ നായ കുതറി ഓടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഉടൻ തന്നെ ഈ നായയെ പിടികൂടണം, അതായത് തുടർച്ചയായി ആളുകളെ ആക്രമിക്കുന്ന ഈ നായയെ പിടികൂടണം എന്ന ആവശ്യം വളരെ ശക്തമായിട്ട് വരികയാണ്. പഞ്ചായത്ത് അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് വളയം വാണിമേലിൽ ഇന്നലെ 16 പേർക്ക്, ഇന്ന് 3 പേർക്ക്, അങ്ങനെ ഇന്നലെയും ഇന്നുമായി 19 പേർക്കാണ് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.